ലോകത്തിൽ കാണുന്ന ആത്മാവിനെ അദ്ദേഹം ആത്മാവിനെയാണ് മനസ്സിലായി. അവിടെ ആര് വരണം, ഈ മന്ത്രി വരണമെന്ന് പറഞ്ഞാലും മഹാരാജാവ് വരണമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരേപോലെ മറ്റേ ചിരഞ്ജീവി മറ്റൊരു പടമൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ ഇതിൻ്റെ രണ്ട് ഫ്രണ്ട് ചെന്ന് നിന്ന് രണ്ട് കൊമ്പിലുമായിട്ട് പിടിച്ചത് മാത്രം അറിയാം. സ്വാമി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മതത്തിനും പ്രാധാന്യം കൊടുത്തിട്ടില്ല. എല്ലാ മതങ്ങളും വഴികൾ മാത്രമാണ്. അപ്പോൾ ഇത് അദ്ദേഹം ഈ പ്രപഞ്ചമായിട്ട് ലയിച്ചിരിക്കുന്നത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ സംഭവിക്കാൻ പോകുന്ന കാര്യവും അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ 150 അനുഭവങ്ങൾ. ഒരാൾ അമേരിക്കയിലെ ഒരു പയ്യൻ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് ന്യൂയോർക്കിൽ വച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടി ഇയാൾ ആ പറഞ്ഞ അവർ വിളിച്ച കമ്പനിയിലേക്ക് അഡ്രസ്സിനെയാണ് 10 മണിക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു. പുള്ളി 10 മണി സമയത്ത് നേരെ ആ സ്ഥലത്ത് വണ്ടിയിൽ ഒരു ടാക്സി വിളിച്ച് നേരെ അവിടെ കൊണ്ടാക്കിയിട്ട് ടാക്സിക്കാരൻ പോയി. യാതിലെ മുകളിൽ കയറണമെന്ന് പുള്ളിക്കാരനുണ്ടാകും. നോക്കിയപ്പോൾ എല്ലായിടത്തും കണ്ണാടി ബോർഡും നല്ല ബിൽഡിങ്ങും പോയി. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. മമ്മി ഇനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ, 10 മണി ആവാൻ പോകുന്നു. സായിപ്പന്മാരാണ്, ആ സമയത്തും ചെന്നില്ലെങ്കിൽ സ്വഭാവം മാറും. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്വാമി ഞാൻ എന്ത് ചെയ്തിട്ടെന്ന് ഇങ്ങനെ വിചാരിക്കാനും സ്വാമി അവിടെ ചെല്ലുകയാണ്. ചെന്നിട്ട് ഈ 10 മണി സമയം അല്ല പകല് സ്വപ്നത്തിലോ അല്ലാതെ മറ്റ് ജ്ഞാനത്തിലൂടെ ഒന്നും ചെന്നതല്ല. അവിടെ ചെന്നിട്ട് വേണം എന്താ വായി നോക്കി നിൽക്കുന്നത്, ഇതിലൂടെ മുകളിൽ കയറാം, മുകളിലത്തെ നിലയിൽ ചെന്ന് കയറാനും അവിടെ എവൻ്റെ പേര് വിളിച്ചത് ഒരുമിച്ച്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് സ്വാമി താഴെ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് താഴെ എന്ന് പുള്ളി താഴെ ഇൻ്റർവ്യൂ ജയിച്ചു. താഴെ വന്നതിന് ശേഷം വിളിച്ചപ്പോൾ സ്വാമി ഇവിടെ ഇല്ല. ഇവിടെ വിളിച്ചു നോക്കുമ്പോൾ സ്വാമി ഇവിടെ ഇരിക്കുകയാണ്. ഇതുപോലെ ഓരോരുത്തരുടെ അടുത്തും ഓൺ ദി സ്പോട്ടിൽ അതൊരു പക്ഷേ തോന്നലുകളാണെങ്കിലും ഒരിക്കലും അല്ല. എങ്കിലും തോന്നൽ എങ്ങനെ വരും? നമ്മളെ അടുത്തേക്ക് ചെന്ന് നമ്മളെ കൊണ്ടാക്കിയല്ലേ. അല്ല തോന്നലല്ലോ. അതല്ലേ ഞാൻ സ്വപ്നത്തിൽ കാണുന്നതോ നമുക്ക് അല്ലാതെ പറഞ്ഞതോ അല്ല. ഇത് നീ മുകളിലത്തെ നിലയിൽ ഇതാ നിൽക്കുകയാണ്, ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് നമ്മളെ വഴികാട്ടി കൊണ്ടുപോവേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ രീതികളോ മെഡിറ്റേഷൻ പ്രാർത്ഥനാ രീതികളെന്ന് അല്ല. ഗുരു നമുക്ക് സ്വാമി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മതസ്ഥരും വരാറുണ്ട്. സ്വാമിയുടെ അടുത്ത് മതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മതത്തിനും പ്രാധാന്യം കൊടുത്തിട്ടില്ല. എല്ലാ മതങ്ങളും വഴികൾ മാത്രമാണ്. അപ്പം അദ്ദേഹം പറയും ഒരു വഴിക്ക് എത്താൻ വേണ്ടി വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം. ഓരോ മതസ്ഥരായിട്ട് വന്നിട്ടുള്ള ആചാര്യന്മാരും വഴികാട്ടികളാണ്. ഈ വഴികാട്ടികളിലെ കൂടെ സഞ്ചരിച്ച് നമുക്ക് ആ വഴിയിലൂടെ നമ്മളെ വഴി തെറ്റാതെ നമുക്കൊരു മാർഗദർശിയായിട്ടാണ് ഓരോ ആചാര്യന്മാരും ഇവിടെ വന്നിട്ടുള്ളത്. അവരെയൊക്കെ ദൈവമെന്നോ എന്തെന്നോ വേണോ വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനെ ഞങ്ങളെ അധ്യാത്മ ചിന്താലയം ആശ്രമത്തിൽ വച്ചിരിക്കുന്നത് കെടാവിളക്കാണ്. അവിടെ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ദൈവത്തിനെ നിങ്ങളുടെ എന്ന് പ്രാർത്ഥിച്ചുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഈ ദൈവത്തെ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം സ്വാമിക്കില്ല. സ്വാമി പറഞ്ഞിട്ടുള്ള നിനക്ക് ദൈവമുണ്ട്, പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്, അതിനെ യാതൊരു രൂപത്തിൽ വേണോ നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ യാതൊരു രീതിയിൽ അപ്പൊ കൂട്ടപ്രാർത്ഥന ചെയ്യുന്ന ക്രിസ്ത്യൻസിനെയും ബാക്കിയുള്ളവരെയും പള്ളിയിലെ അച്ഛന്മാര് പണ്ട് മാർഗരിയോസ് തിരുമേനി മരിക്കുന്നത് വരെ, അതായത് നമ്മളെ മാറുബാനീസിന്റെ ഒക്കെ അധിപൻ, അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹം വരുമായിരുന്നു. ഞങ്ങൾ ആശ്രമം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് ശേഷം കണ്ടതിൽ വെച്ച് ക്രിസ്തുവിന് ശേഷം കണ്ട ഒരു ആള് സ്വാമിയുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഇസ്ലാമിനോടും ഇവിടുത്തെ ക്രൈസ്തവരോടും ഹൈന്ദവരോടും എതിർപ്പുണ്ടായിരുന്നില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതില് ഈ മതം എന്ന് പറയുന്ന വഴികളായതുകൊണ്ട് ദൈവ വഴിയിൽ സഞ്ചരിക്കുന്നവര്. പിന്നെ ഇതിനെ ഓരോരുത്തര് ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ വേണമെങ്കിൽ വിദ്വേഷമായിട്ട് നമ്മളെ ആളുകൾ കാണാം. എല്ലാ പേർക്കും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ മതം ഉണ്ടാക്കി തമ്മിൽ അടുപ്പിക്കുന്നത്. അടുപ്പിക്കുന്ന വെച്ചാൽ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അവർക്ക് പേടി. ഈ ജനങ്ങൾ കൈവിട്ട് പോയാൽ രാഷ്ട്രീയക്കാരെ പോലെയാണ്, കൈവിട്ട് പോയാൽ പിന്നെ അവർക്ക് ജാഥ വിളിക്കാൻ ആരും കാണില്ല. അതുപോലെ അണികളുണ്ടാവണം. അതിനുവേണ്ടി മതങ്ങളാക്കി മാറ്റി നിർത്തി അവരെ കൊണ്ടുപോവുകയാണ് എല്ലാ മതസ്ഥരും ചെയ്യണേ. ആചാര്യന്മാർ വന്നവരെന്ന് പറയുന്നവരെല്ലാവരും ഉദ്ദേശ ലക്ഷ്യം അത് തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ഈ സ്ഥലത്ത് എനിക്ക് ഉണ്ടായ മറ്റൊരു വലിയ അനുഭവം. അപ്പോൾ ഞാൻ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണുന്നത്. ഈ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത്
സ്വാമി അവിടെ സ്ഥലത്തില്ലാവുന്ന ഞാൻ സിനിമയ്ക്ക് പോകും. എനിക്ക് അന്ന് സിനിമ കാണാൻ ഇഷ്ടമുള്ള 2-3 നടന്മാർ. ഒന്ന് ജയന്റെ പടം, 2 ചിരഞ്ജീവി എന്ന് പറഞ്ഞ് ഒരു തെലുങ്കാണ്. ചിരഞ്ജീവിയുടെ പടം എന്ന് വെച്ചാൽ ലോകത്ത് സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ സിനിമയിൽ കാണിക്കുന്നത്. 100 പേരെ അവരെ വെടിവെച്ചാൽ കൊള്ളൂല, ഇവരെ ദേഹത്ത് അടി കൊള്ളൂല. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമാണ്. കാരണം നമ്മൾ ഈ അഭ്യാസമൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട്, എന്നാൽ ഇവരൊരു അഭ്യാസി തന്നെയാണ് എന്ന് ഒക്കെ നമ്മളെ കൊച്ച മനസ്സിൽ അത്രയ്ക്കുള്ള. അപ്പൊ ഈ സിനിമ കാണുക ഇതൊക്കെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്വാമി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിന്റെ സൈഡിലാണ് ഈ പണി ചെയ്യുന്ന ആശ്രമം. ആശ്രമത്തിന്റെ തൊട്ട് മുകളിൽ നിന്ന് ഞാൻ വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ് കഞ്ഞി വയ്ക്കാനായിട്ട്. അപ്പോൾ സ്വാമിക്ക് അവിടെ ആഹാരമൊക്കെ പാകം ചെയ്യുന്ന ജോലിയും കൂടി കുറേ ദിവസം ഞാൻ കഞ്ഞി വെച്ചവനാണ്. മെയിൻ ജോലി അവിടെ ആയിരുന്നു, അടുക്കള പണി. വരണവരെ പാത്രം കഴുകുക. എത്രയോ പേരുടെ പാത്രവും ഗ്ലാസ്സും ഒക്കെ കഴുകി വയ്ക്കാനുള്ള ഭാഗ്യം കിട്ടി. മനസ്സിലായി? അപ്പൊ അതൊരു പുണ്യമാണ്. ഒരാളുടെ പണ്ട് പാവകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ചെരുപ്പ് പോളിഷ് ചെയ്തു കൊടുക്കും. ഇന്നിപ്പോ ഈ സപ്താഹ യജ്ഞവേദികളിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് പാത്രം കഴുകുന്നെടുത്ത പാത്രം കഴുകണം. അത് അപ്പോഴും പാത്രം കഴിയിട്ട് കാര്യമില്ല. അല്ല, അവര് പറയുന്നതിന്റെ കാരണം ഇതാ. ഞാൻ ഇത്ര ആവേശമൊന്നും തിരക്കപ്പെടാ ആരോ പറഞ്ഞെന്ന് എച്ചിപ്ലേറ്റ് കഴുകുക. അപ്പൊ ഈ പാത്രം ഞാൻ അപ്പോൾ ഒരുപാട് പേരുടെ, അതായത് പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് സത്യാനന്ദ സരസ്വതി, ശേരമുള്ള സാറ് സ്ഥിരം അവിടെ വരുമായിരുന്നു സ്വാമിയെ കാണാൻ. അപ്പോൾ അദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുക്കണം, അദ്ദേഹത്തിന് ഞാൻ ചായ ഇട്ട് കൊടുക്കണേ, ചായയുടെ പാത്രം. അതുപോലെ ഇവിടെ ഒരു മാധവാശ്രമമുണ്ട് നമ്മളെ തിരുമല, അദ്ദേഹത്തിന്റെ മാധവസ്വാമി. അപ്പോൾ ഇങ്ങനെ പിന്നെ പൂന്തറ ഇരുന്ന അവസാനം ഇരുന്ന സ്വാമി ഇവിടെ സ്ഥിരം വരുമായിരുന്നു. മധുസൂദന സാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ശരിക്കും പാർവതിയാരായിരുന്നു. അദ്ദേഹം ഇവരൊക്കെ വന്ന് ഇവരെയൊക്കെ എല്ലാം പാത്രം കഴുകാനും, ഇത് ഞാൻ അടുത്തുള്ള സ്വാമിമാരെ പേര് പറഞ്ഞതാണ്. ഇതുപോലെ സന്യാസി വര്യന്മാരെല്ലാം അവിടെ വരുമായിരുന്നു. ഇവരെയൊക്കെ കഴിച്ച പാത്രം കഴുകാനും ഗ്ലാസ് കഴുകാനുള്ള ഭാഗ്യം കിട്ടി. അത് ഇവരെയൊക്കെ, അല്ലാതെ നമ്മൾ അവിടെ വന്നിട്ട് പാത്രം കഴുകാൻ ആഗ്രഹിച്ച് കഴിയുന്നതല്ല. ഇവരൊക്കെ കഴിച്ചു വെച്ച പാത്രം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എവിടെ നിന്നെങ്കിലും വെള്ളം കൊണ്ടുവന്ന് വേണം കഴുകുക. ഇവർ വെള്ളം അത്രയും വ്യാസ്തി ഒന്ന് മേടിച്ചിട്ട് ഞാൻ തന്നെ കഴുകി വെച്ചു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആഹാരം പാകം ചെയ്യാൻ വേണ്ടി വേറെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ഓപ്പൺ ജയിലിലേക്ക് ഒരു വലിയ പോത്തിനെ ഉഴവിന് വേണ്ടി ഇവര് വാങ്ങി കൊണ്ടുപോവുകയാണ്. പോത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ആനയല്ല എത്രയാണ്. അപ്പൊ ഇതിനെയും കൊണ്ട് 3 പേരായിട്ട് കൊണ്ടുപോയി. 2 പേര് ഫ്രണ്ടിൽ നിന്ന് പിടിച്ച്, ഒരാൾ ഫ്രണ്ടിൽ നിന്ന് പിടിക്കും, 2 പേര് 2 സൈഡിലായിട്ട് 2 കാർ പിടിച്ച് കൊണ്ടുപോവുകയാണ്. നടത്തി കൊണ്ടുപോകാൻ അതിലെവിടെ കുറച്ച് ദൂരേ ഉള്ളൂ കൊണ്ടുപോകാൻ. ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നല്ലൊരു പോത്ത്. അവിടെ നാട്ടുപ്രദേശമായതുകൊണ്ട് പോത്തൊക്കെ സാധാരണ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിത് കണ്ടു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു വിളിയാക്കുന്നു. നോക്കിയപ്പോൾ ഇവരെ 3 പേര് എടുത്ത് കളഞ്ഞിട്ട് ഈ പോത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. ഞാൻ റോട്ടിൽ 4 പേർ നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ പറഞ്ഞ ആരെങ്കിലും പിടിച്ചു നിർത്തണേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എനിക്ക് ഒരു കൊച്ചു പയ്യൻ, ഞാനെന്ത് സിനിമ സ്റ്റൈലിൽ മറ്റേ ചിരഞ്ജീവി മറ്റൊരു പടമൊക്കെ കണ്ട ഓർമ്മയിൽ നേരെ ഈ ഇതിൻ്റെ 2 ഫ്രണ്ടിൽ ചെന്ന് നിന്ന് 2 കൊമ്പിലുമായിട്ട് പിടിച്ചത് മാത്രം അറിയാം. പിടിച്ച ഒരു സെക്കൻഡിൽ എന്നെ തൂക്കി തറയടിച്ചു. തറയിൽ ഇങ്ങനെ ഞാൻ തറയിട്ടുണ്ട്. ഞാൻ പക്ഷെ പിടിവിട്ടില്ല. സ്വാമി ഈ പണി ചെയ്ത സ്ഥലത്ത് നിന്ന് ചാടി എണീറ്റ് പെട്ടെന്ന്. ഈ സ്വാമി എണീക്കാനും ഈ പോത്ത് തൂക്കി താഴെ അടിച്ചു. പക്ഷെ ഇവര് ഓടി ഇവിടെ വന്നപ്പോഴുണ്ട് ഞാൻ ഈ 2 കൊമ്പി പിടിച്ച് പോത്ത് തറയിലും കിടക്കണം, ഞാൻ പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഹീറോയി. ഇവര് വിചാരിച്ചെന്ന് തോന്നുന്നു ഈ കൊച്ചു പയ്യൻ ഈ ഇത്രയും ഞങ്ങൾ 3 പേരെ എടുത്ത് കളഞ്ഞിട്ട് വന്ന പോത്തിട്ട് ഏതാ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ എന്നെ അതിശയത്തോടു കൂടി എന്നെ നോക്കി. ഞാൻ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഭഗവാൻ അപ്പോഴും എഡിയിട്ടില്ലെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ കേസ് തീരുമാനമാകും. ഇത് തറയില്ല. അപ്പോൾ സ്വാമിക്ക് അത്രയും സമയം വേണ്ട. അവിടെ തന്നെ ഒരിക്കൽ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരമ്മ വീട്ടിലെ പ്രാരാബ്ധവും പ്രശ്നങ്ങളുമായിട്ട് നല്ലൊരു മഴ സമയം, അമ്മ നെയ്യാറ് തുറന്നു വിട്ടിരിക്കുന്ന സമയം, കനാലിൽ വെള്ളം നിറച്ച് വിട്ടിരിക്കുന്ന സമയത്ത് അമ്മ പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. രാത്രി എല്ലാവരും ഉറക്കെ കിടത്തിയിട്ട് പോയിട്ട് വെള്ളത്തിൽ ചാടി മരിക്കാനായിട്ട്. അമ്മ വെള്ളത്തിൻ്റെ നടയിൽ ചെന്നപ്പോൾ വെള്ളത്തിലൊരു പ്രകാശം. അവിടെ ലൈറ്റ് വെട്ടമൊന്നുമില്ല, ഈ അന്ന് കറണ്ടൊന്നും ഇല്ലാത്ത ഏരിയ. അവിടെ ഒരു വലിയ പ്രകാശം. നോക്കിയപ്പോൾ വെള്ളം അടിയിൽ കൂടി ഒഴിച്ചു പോകാണ്. സ്വാമി വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ ഇരുന്ന ഇവർ തിരിച്ചോടി മരിക്കാം. പിറ്റേന്ന് രാവിലെ ഞാനും കൂടി അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവർ വന്നിട്ട് വന്നവൻ പറഞ്ഞ്, അമ്മ നിങ്ങൾക്ക് മരിക്കാൻ സമയമായില്ല, നിങ്ങൾ ഇപ്പോഴേ മരിക്കാൻ ശ്രമിക്കണ്ടേ, ഇതൊക്കെ അനുഭവിക്കാൻ നോക്ക്, ഇതിനെയൊക്കെ നേരിടാൻ നോക്ക്, മരിക്കാനായിട്ട് ചെന്ന് വെള്ളത്തിൽ ഇതൊന്നും ആരുടെയും പറയാനൊന്നും വേണ്ട കേട്ടോ. സ്വാമി ഈ സംഭവങ്ങളൊന്നും അവരെ കൂടെ തന്നെ പറയും, ഇത് വെളിയിൽ ഒരാള് അറിയരുത്.
ഇങ്ങനെ എന്ത് സ്വാമി ചെയ്യണമെങ്കിലും പുള്ളിക്ക് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നുണ്ടായിരുന്നു. രഹസ്യ സ്വഭാവം ഇത് അറിയരുത്. ഇപ്പം ഒരാൾ വന്ന് എന്തൊരു കാര്യം നടത്തി കൊടുത്താലും അത് മറ്റൊരാളുടെ ചെവിയിൽ പോവരുത്. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ആൾക്കാർ പിന്നെ എങ്ങനെ കൂടിയെന്ന് ചോദിച്ചാൽ, ഇപ്പം എനിക്കൊരു അനുഭവം വന്നു. ഞാൻ എന്ത് ചെയ്യും, ഞാൻ വെളിയിലുള്ള ആളുടെ കൂടെയും വേണമെങ്കിൽ രഞ്ജിത്തിൻ്റെ കൂടെ പോലും പറയില്ല. പക്ഷേ രഞ്ജിത്ത് രക്ഷപ്പെട്ടു പോകണമെങ്കില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ ബാക്കിയുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ പറഞ്ഞു അവരെ കൊണ്ടുപോകും. നമ്മൾ മനസ്സിലാകുന്ന വേറൊരാൾ രക്ഷപ്പെടരുത്. ഇങ്ങനെയാണ് അവിടെ ഈ ഭക്തരെ എണ്ണം കൂടി സ്വാമി അവിടെ ആൾ വരണത് തന്നെ ഇഷ്ടമില്ല. കരുണാകരൻ സ്വാമി മുഖ്യമന്ത്രി കരുണാകരൻ അവിടെ വന്നപ്പോൾ തന്നെ സ്വാമി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തറയിൽ ഇരിക്കാൻ പറ്റുമെങ്കിലേ ഇരിക്കാവൂ, എനിക്ക് പിടിച്ചെടുക്കാനുള്ള ആരോഗ്യമില്ല, എനിക്ക് എണീറ്റ് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഇരിക്കുക. അവിടെ ആര് വരണം, ഈ മന്ത്രി വരണമെന്ന് പറഞ്ഞാലും മഹാരാജാവ് വരണമെന്ന് പറഞ്ഞാലും ദൈവത്തിന് ഒരേപോലെ ഉള്ളൂ. ഇപ്പൊ രഞ്ജിത്ത് വരണം എന്ന് പറഞ്ഞാൽ സന്തോഷം, രോഗത്ത് വരണം എന്ന് പറഞ്ഞാലും സന്തോഷം. കാരണം എന്താണ്, രോഗത്തിൽ കാണുന്ന ആത്മാവിനെ അദ്ദേഹം ആത്മാവിനെയാണ് കാണുന്നത്. മനസ്സിലായി.